വേറൊരു കാര്യം ഉള്ളത്, നമ്മളെപ്പോഴും നോട്ട് സൈസ് 2, 4, 8 എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. മാക്സിമം ഒരു പെയറിൽ 10 ട്രേഡ്സാണ് എടുക്കുന്നത് അറ്റ് എ ടൈം. എപ്പോൾ ആണെങ്കിലും മൈൻഡ് ട്രിഗർ ആവാം, റിവെഞ്ചൊക്കെ മൈൻഡിൽ എപ്പോഴും ആക്റ്റീവ് ആവാം. അപ്പോൾ ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് 2 ലോസ് ഒരു പെയറിൽ വന്നു കഴിഞ്ഞാൽ ആ പെയർ ചേഞ്ച് ചെയ്യണം. ഓപ്പർച്യൂണിറ്റി ഇല്ല. ഫോക്കസ്. കുറച്ചുകൂടി മേളിലോട്ട് പോയ ഒരു സെല്ലടിക്കാൻ മതി. സെല്ലടിച്ചു. അടിക്കാൻ കാരണം ഈ വിക്കൂടെ കാണുന്നുണ്ട് നേരത്തെ. അപ്പോൾ ഒരു റെസിസ്റ്റൻസിനവിടെ ചാൻസ് ഉണ്ടെന്ന് തോന്നിയോണ്ട് എടുത്താണ്. ടു നെക്സ്റ്റ് പെയർ. ഫോക്കസ്. ഇന്ന് OTC മാർക്കറ്റാണ്, അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. ഫോക്കസ് ബ്രോ. ഫോക്കസ്. രാവിലെ അല്ലേ ആയതുകൊണ്ട് ഫോക്കസിലോട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇവിടെ റെസിസ്റ്റൻസ്. ഇവിടെ ചെയ്യാൻ കാരണം ഓൾറെഡി ഇവിടെ ഒരു സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് സെല്ല് ചെയ്തത്. ഇത് മുന്നത്തെ ട്രേഡ് പ്രോഫിറ്റായി നോക്കാം. ഓക്കെ, ലാസ്റ്റ് നിമിഷമാണ് പ്രോഫിറ്റായത്. ഇവിടെ ചെയ്യാവുന്നത് കുറച്ചുകൂടി മേളിലോട്ട് വന്നു. ഇവിടം വരെയൊക്കെ വന്നു കഴിഞ്ഞാൽ സെല്ലടിക്കാം. വെയിറ്റ് ചെയ്യാം. റീസെൻ്റ് ഇത് ലോസായി. കയറിഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ വേറെ നോക്കാം. ഇതിങ്ങനെ കുറേ നേരമായിട്ട് മേളിലോട്ടേ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ചെയ്യാവുന്നത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ കുറച്ച് താഴേക്ക് വരുമ്പോൾ മേളിലോട്ട് ആയിട്ട് ഇത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അതെ ഒരു ബൈ എടുത്തിട്ടു. അത് ഇത്ര ഉദ്ദേശമുള്ളൂ. കുറേ നേരമായിട്ട് മേളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റിന് പകരം കുറച്ച് മിനിറ്റ് കൂടുതൽ ഉള്ള ടൈമർ വെച്ചിട്ട് നമ്മൾ പ്രോബബിലിറ്റിയിൽ എങ്ങോട്ടാണോ ഈ പെയർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ഒരു എൻട്രി എടുത്തിടുന്നു. ബാക്കി വേറെ ഒന്നും നോക്കുന്നൊന്നുമില്ല. ഇത് നേരത്തെ വന്നു വെച്ചെങ്കിൽ ഇവിടം വരെ വന്നാൽ ചിലപ്പോൾ ഒരു സെറ്റിന് ചാൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ. പക്ഷെ എന്നാലും അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് എടുക്കുന്നില്ല. ഇതൊക്കെ ഹാഫ് ചാൻസ് ആട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല പ്രോബിലിറ്റി ഉള്ള സ്ഥലത്ത് ട്രേഡ് എടുക്കണം നല്ലത്. ഫോക്കസ് പോകും. ഒരു സെല്ലെടുത്തു. സെല്ലെടുക്കാൻ കാരണം ഇതിന് മുന്നേ ഒരു ഈ ഗ്രീൻ ക്യാൻഡിലല്ലേ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയിരിക്കുന്നത് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാപ്പ് ഇവിടെ താഴെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സെഷൻ 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് നോക്കാം, വാച്ച് ചെയ്യാം. ഇപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഇനി ചിലപ്പോൾ
കുറച്ച് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നോക്കാം. ഒരു 15 സെക്കൻഡ് കൂടി ഹോൾഡ് ചെയ്താൽ ഇതിപ്പോൾ ഫിറ്റാവും. മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കാൻ കാരണം മുകളിലുള്ള വിക്കിനെ പോയി ടച്ച് ചെയ്തല്ലോ. അപ്പോൾ ഒന്ന് ഇനി താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. നോക്കാം. പെയർ ചേഞ്ച് ചെയ്യാം എന്തായാലും. നേരത്തെ ഒരു ട്രേഡ് എടുത്തായിരുന്നില്ല 3 മിനിറ്റിൻ്റെ, അതാണ് ഈ കാണുന്നത്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണ്, പക്ഷേ ഇനി ഒരു 15 സെക്കൻഡ് കൂടി ഹോൾഡ് ചെയ്താലാണ് പ്രോഫിറ്റ് ആവുള്ളൂ. ഓക്കെ, നമ്മൾ ട്രേഡ് എടുത്തത് ആ റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം വരുന്നു. ഉദ്ദേശിച്ച പോലെ തന്നെ കുറേ നേരമായിട്ട് അത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പെട്ടെന്ന് താഴേക്ക് വരാനായിട്ട് ചാൻസ് ഇല്ല. അതായത് ഒറ്റയടിക്കുള്ള ഷാർപ്പ് അപ്പല്ല, പതുക്കെ ഒരു സ്റ്റെപ്പിൽ കയറി പോകുന്ന പോലെ പോയിരുന്നു. അപ്പോൾ ലോങ് ടൈമിൽ നോക്കി കഴിയുമ്പോൾ അത് എപ്പോഴും മുകളിലോട്ടേ പോകും. നേരത്തെ എടുത്ത ട്രേഡ് ഇപ്പോൾ കറൻറ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലും ഒരു ഹാമർ പോലെ ഫോം ചെയ്താൽ നമുക്ക് സെല്ല് ചെയ്യാം. കുറച്ചുകൂടി മുകളിലോട്ട് പോകണം, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിച്ച ലെവലിലെത്താതെ നമ്മൾ എൻട്രി എടുക്കരുത്. ക്യാൻഡിൽ കുറച്ചും കൂടി മുകളിലോട്ട് പോകണം, കുറച്ചും കൂടി ഒരു എൻട്രി എടുത്തു, ഒരെണ്ണം കൂടി എടുത്തു. ഇറ്റ്സ് ഓക്കെ. ബയേഴ്സ് ഉണ്ട് കേട്ടോ. ബയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഗ്യാപ്പ് വന്നതും ഇത്രയും അധികം സപ്പോർട്ട് വന്നേക്കുന്നതും. ഇനി അത് സീനില്ല. ഇത് നമ്മളിനി നോക്കിക്കൊണ്ടിരിക്കണ്ട. ഓൾറെഡി 2 പ്രോഫിറ്റ് ഇതിൽ വന്നതാണ്. അപ്പോൾ ലോസ് ആയാലും വിഷയമൊന്നുമില്ല. ഇപ്പോൾ കറൻറ്റ്ലി വരച്ചേക്കുന്ന ഗ്രീൻ ലൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സെല്ല് വേണമെങ്കിൽ അടിക്കാം. മാർക്ക് ചെയ്തേക്കാം. ചെറിയൊരു ട്രെൻഡ് ലൈൻ വരച്ചാൽ മതി. സ്മോൾ 2 സെല്ലെടുത്ത് ഇത് പറയാൻ പറ്റില്ല. നേരത്തെ സെല്ലടിച്ചത് ലൂസായി. വീണ്ടും ഇവിടെ എടുക്കണ്ടല്ലേ. ഓക്കെ, ഒരു 5 എടുത്തു. എടുക്കണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്തു. ഓക്കെ, നമ്മളുടെ അനാലിസിസ് ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ടായിരുന്നു ആക്ച്വലി. വെയിറ്റ് ചെയ്യുക. ഞാൻ പറയില്ല, മോർണിംഗിൽ മൈൻഡ് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ട്രേഡിങ് ശ്രദ്ധിക്കുക. ഇത് നോക്കിക്കൊണ്ടിരുന്ന സൈനാണ്. ലാസ്റ്റ് ദിവസം ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ, പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടും അനാലിസിസും കാണിച്ചു തരാൻ വേണ്ടി ഇത് ഇങ്ങനെ വെക്കാം. ഓക്കെ, നമ്മളുടെ ലോസുകൾ നമ്മൾ കവർ ചെയ്തു. ഇവിടെ ചെയ്യാൻ കാരണം വരുന്നില്ല, റെസിസ്റ്റൻസിലായിരുന്നു. പിന്നെ ഇവിടെ ഈ വിക്കൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി വരുമെന്നുള്ളൊരു തോന്നലാണ് നമ്മൾ നേരത്തെ സെല്ല് ചെയ്തത്. അപ്പം മാർട്ടിംഗ് ലെവൽ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ലോസായി. പക്ഷേ ഇവിടെ പ്രശ്നമുള്ളതേ, ഈ ട്രെൻഡ് ലൈനിന് താഴേക്ക് വിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി മേളിൽ നിന്ന് താഴേക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ഒക്കെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമുക്ക് വേറെ നോക്കാം. ഇതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, 10 മിനിറ്റ് ആയി തുടങ്ങിയ സെഷൻ. ഒരു 5 മിനിറ്റ് കൂടി ഉള്ളൂ മോർണിംഗ് സെഷൻ.
സിംഗിൾ ട്രേഡ് എടുത്തോളൂ, ഒറ്റ ട്രേഡ്. ഓക്കെ. പിന്നെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ പോകുമെന്നുള്ളത് നമുക്കൊരു ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടം വരെ പോകും. പിന്നെയുള്ള റെസിസ്റ്റൻസ് വീക്കാണെന്നേ മേളിൽ. അതൊരു ഷാർപ്പ് ബൈയിങ്ങും സെല്ലിങ്ങൊക്കെ അവിടെ വന്നേക്കുന്നതാണ്. അപ്പോൾ അതുപോലെ വരാനും ചാൻസ് ഉണ്ട്, നേരെ മേലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു മൾട്ടിപ്പിൾ നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ റിസ്ക്കി ആണല്ലോ. വേറെ നോക്കാം. കുറച്ച് നേരത്തെ അങ്ങ് സെല്ല് ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പോൾ എടുക്കണ്ട. മൂന്ന് 6 കൊടുത്തിട്ടുണ്ടേ. ഇതിവിടെ ഇരിക്കട്ടെ, നിങ്ങൾ നോക്കിയോ. ഞാൻ നോക്കുന്നില്ല, ഞാനിതിൽ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലോസ് ആയി കഴിഞ്ഞാൽ റിവഞ്ച് ആക്റ്റീവ്. പ്രോഫിറ്റായി. പക്ഷെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഓവറായിട്ട് ലോട്ട് എടുത്തത്. ഒരു ഹറാമി ക്രോസ് അല്ലേ ഡോജി.
ഓക്കെ, നമ്മളിവിടെ സെല്ലെടുത്തിരുന്നു. പക്ഷെ ആ സെല്ലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. അപ്പം മുകളിലത് ഈ റെസിസ്റ്റൻസ് ഇല്ലേ, അവിടെ ആയിരിക്കും ഇനി ഇത് എത്താൻ പോകുന്നത്. ഓൾറെഡി 2 ഡോജി റീസെൻ്റ്ലി ഫോം ചെയ്തിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്താണ് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ബയേഴ്സ് ഉണ്ട് ഇവിടെ. നല്ലൊരു സെല്ലിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നേരത്തെ ഇതിൽ പ്രോഫിറ്റ് ആയിരുന്നു മൾട്ടിപ്പിൾ ട്രേഡ് എടുത്തത്. അത് പ്യുവറി നല്ല ഒരു കറക്റ്റ് എൻട്രി ആയിരുന്നു. പിന്നെ ചെറിയ ലക്കുണ്ട്, പ്രോബബിലിറ്റി നമ്മുടെ സൈഡിൽ വന്നു. ഓക്കെ, ഇതെന്തായാലേ കുറേ നേരമായിട്ട് ഇങ്ങനെ തന്നെ മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഇനി ഇപ്പോൾ ചെറിയൊരു സെല്ലിങ്ങിന് ഇവിടെ ചാൻസ് ഉണ്ട്. കുറച്ച് ഒന്ന് ചരിക്കുന്നുണ്ടോ, താഴേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. ആയിക്കോട്ടെ, കണ്ടോ. പക്ഷെ സെല്ല് ചെയ്യാനാണെങ്കിൽ, പക്ഷേ സെല്ല് ചെയ്താലേ അത് ഉറപ്പില്ല. കുറേ നേരമായിട്ടുള്ള ബയേഴ്സിങ് നിൽക്കുന്നുണ്ട്. മേളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് അതിലുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് റിസ്ക് എടുക്കണ്ട. ഈ വിക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി താഴേക്ക് തന്നെ ആയിരിക്കാം. പക്ഷേ ഇത് നമ്മൾ നേരത്തെ കണ്ടുവെച്ചെങ്കിൽ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ എൻട്രീസൊക്കെ നടത്തി അതിൽ ട്രേഡ് എടുത്താൽ COD ഉപയോഗിച്ച് മേലോട്ട് പോട്ടെ. ഇവിടെ സപ്പോർട്ടുണ്ട്, അതുകൊണ്ടോ ഇവിടെ സപ്പോർട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നു കണ്ടുകൊണ്ടാണ് നമ്മൾ എടുത്തത്. ടൈം കഴിഞ്ഞു. ഉണ്ടായി മേലോട്ട് വേണമല്ലോ. നല്ല വലിയ ക്യാൻഡിൽസ് വരാൻ തുടങ്ങി. ഇനി ചിലപ്പോൾ വളരെ നല്ല രീതിയിൽ കുറച്ച് മേളിലേക്ക് പോയിട്ട് ഇന്ന് തിരിച്ചു വരും. ഓക്കെ, ട്രേഡ് സെഷൻ നമുക്ക് ലോസിൽ തന്നെ എൻഡ് ചെയ്യാം. ലോസിൽ എൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് റീസെൻറ്റ് ട്രേഡ്സ് ലോസിലാക്കി കഴിഞ്ഞിട്ട് റിവഞ്ചിലോട്ട് പോകാതെ കൺട്രോളിൽ നിന്ന് നിർത്തി സെഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് നമ്മുടെ ഇമോഷൻ മാനേജ് ചെയ്തു. പക്ഷേ ഇതിന് മുന്നേ എനിക്ക് എൻ്റെ ഇമോഷനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഞാൻ വിചാരിക്കുന്നു. മൾട്ടിപ്പിൾ ഇൻഡെക്സ് എടുത്തത് അതോടെ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായി. പക്ഷെ എന്നാലും ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. എല്ലാ സെഷനിലും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്യും. നമ്മളത് മനസ്സിലാക്കുക. ഓക്കെ, ആ തെറ്റെന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഓക്കെ, ഈ സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷനിൽ കാണാം.